കേരളത്തിൽ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന തലത്തിൽ പ്രവർത്തിക്കുന്ന നേതാവിനെ ഇതേ കേസിൽ പിടികൂടിയില്ലേ? ആങ്കർക്ക് അദ്ദേഹത്തിന്റെ പേര് പറയാൻ കഴിയുമോ? യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറി നിലവാരത്തിൽ പ്രവർത്തിക്കുന്ന ആളുകളെ ഇതേ കേസിൽ പിടികൂടിയില്ലേ? ആങ്കർക്ക് അവരുടെ പേരെങ്കിലും പറയാൻ കഴിയുമോ? എന്തുകൊണ്ടാണ്? അല്ലെങ്കിൽ ആങ്കർ സമ്മതിക്കണം, യൂത്ത് കോൺഗ്രസിന്റെ പറയാൻ താങ്കൾ തയ്യാറാകണം. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന തലത്തിൽ അങ്ങനെ ഒരു നേതാവിനെതിരെ നിങ്ങളുടെ പോലീസ് FIR ഇട്ട് പിടികൂടിയെങ്കിൽ ഞാൻ താങ്കളെ വെല്ലുവിളിക്കുന്നു. ജെയ്സി തോമസ് ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണെങ്കിൽ പറ, ആ പേര് പറ, അയാൾക്കെതിരെ എടുത്ത FIR പറ, ഞാൻ ഇപ്പൊ പുറത്താക്കാം. അപ്പൊ യൂത്ത് കോൺഗ്രസ് പ്രതിനിധി മാന്യതയുടെയും കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തിന്റെയും സർട്ടിഫിക്കറ്റ് എനിക്ക് അച്ചടിച്ച് അവിടെ കക്ഷത്തിൽ കൊണ്ടുവന്ന് നടക്കുകയാണ്. ഞാൻ ചോദിക്കുമ്പോൾ അതൊക്കെ എടുത്ത് നൽകാൻ. എന്തായാലും മാന്യതയുടെയും കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തിന്റെ സർട്ടിഫിക്കറ്റ് കേരളത്തിലെ യൂത്ത് കോൺഗ്രസ് വാങ്ങേണ്ട ഗതികേട് കേരളത്തിലെ എന്ന് അല്ല. നിക്ക്, ഞാൻ പറയട്ടെ. സംസ്ഥാന സെക്രട്ടറിയെ പിടികൂടി പേര് പറ. പത്തനംതിട്ടയിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിയുടെ വീട്ടിൽ നിന്നും കഞ്ചാവ് പിടികൂടി. 2.5 കിലോയ്ക്കടുത്ത് കഞ്ചാവ് കണ്ടെടുത്തു. ഇന്നലെ രാത്രിയിലാണ് യൂത്ത് കോൺഗ്രസ് നേതാവ് നഹാസ് പത്തനംതിട്ടയുടെ വീട്ടിൽ നിന്നും എക്സൈസ് 2 കിലോ കഞ്ചാവ് പിടികൂടിയത്. രമേശ് ചെന്നിത്തലയുടെ വിശ്വസ്തനായി നിന്നാണ് നഹാസ് പത്തനംതിട്ട യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ആയത്. 40 കിലോ കഞ്ചാവുമായി യൂത്ത് കോൺഗ്രസ് പ്രാദേശിക നേതാവ് തിരുവനന്തപുരത്ത് പിടിയിലായ സിവിക്കര മണ്ഡലം സെക്രട്ടറി ഷൈജു ആണ് എക്സൈസിന്റെ വലയിലായത്. പുതുവത്സര പാർട്ടിക്കായാണ് തലസ്ഥാനത്തേക്ക് കഞ്ചാവ് എത്തിച്ചതെന്ന് ഷൈജു എക്സൈസിനോട് സമ്മതിച്ചു. ഗോവ രജിസ്ട്രേഷൻ കാറിലാണ് ആന്ധ്രയിൽ നിന്നും ഷൈജു കഞ്ചാവ് കടത്തിക്കൊണ്ടുവന്നത്. പൊതുപ്രവർത്തകനായി നാട്ടിൽ അറിയപ്പെട്ടിരുന്ന ഷൈജുവിന് ലഹരി സംഘവുമായി അടുത്ത ബന്ധമുണ്ടായിരുന്നു. അടുത്തിടെ നടന്ന യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ മണ്ഡലം സെക്രട്ടറിയായി ജയിച്ച ഷൈജു പുതുവത്സരത്തിന് കുറച്ചധികം പണം സ്വന്തമാക്കാനാണ് ഇടനിലക്കാരെയെല്ലാം ഒഴിവാക്കി നേരിട്ട് ആന്ധ്രയിൽ നിന്നും കഞ്ചാവ് വാങ്ങി തിരുവനന്തപുരത്ത് എത്തിച്ചത്. ബാലരാമപുരത്ത് വെച്ചാണ് എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡ് പിടികൂടിയത്. വിൽപ്പന നടത്താൻ പദ്ധതി തയ്യാറാക്കിയവരെ കുറിച്ച് എക്സൈസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. വീട്ടിൽ നിന്ന് കഞ്ചാവ് പിടികൂടിയ സംഭവത്തിൽ വിശദീകരണവുമായി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി നഹാസ്. കഞ്ചാവ് കേസിൽ വീണ്ടും പ്രതിരോധത്തിലായിരിക്കുകയാണ് യൂത്ത് കോൺഗ്രസ്. ഇത്തവണ തിരുവനന്തപുരത്തെ സജീവ പ്രവർത്തകരും അരുവിക്കര മണ്ഡലം സെക്രട്ടറിയുമായ ഷൈജു മാലിക്കാണ് അറസ്റ്റിലായിരിക്കുന്നത്. കഞ്ചാവ് കേസിൽ 1 വർഷത്തോളമായി ഒളിവിൽ കഴിഞ്ഞ യൂത്ത് കോൺഗ്രസ് നേതാവിനെ പത്തനംതിട്ടയിൽ എക്സൈസ് പിടികൂടി. കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയുടെ വീട്ടിൽ 2 കിലോ കഞ്ചാവ് പോലീസ് പിടികൂടിയാൽ അങ്ങേക്ക് കുഴപ്പമില്ല. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി നഹാസ് വീട്ടിൽ 2 കിലോ കഞ്ചാവ് പോലീസ് പിടികൂടിയാൽ അങ്ങേക്ക് കുഴപ്പമില്ലേ? ഓടി രക്ഷപ്പെടുകയാണോ? അങ്ങനെ ചെറിയ ആളാകാമോ? അങ്ങയുടെ ജനറൽ സെക്രട്ടറിയുടെ വീട്ടിലല്ല 2 കിലോ കഞ്ചാവ് പിടികൂടിയത്. അങ്ങേക്ക് അതിൽ വിഷമമില്ലേ? ഞാൻ ഇത്ര ചോദിക്കുന്നുള്ളൂ. കൺവിക്റ്റഡ് ആയ പ്രതികളെ പോലും ഇവിടെ മാലയിട്ട് പൂജിക്കുന്ന, ആവശ്യാനുസരണം സൗകര്യം ചെയ്തു കൊടുക്കുന്ന ഒരു സർക്കാരും ഭരണകൂടവുമല്ലേ? എന്ത് ചെയ്താലും നിങ്ങൾക്ക് ഒരു കുഴപ്പവുമില്ല മെസ്സേജ് കൊടുക്കുന്ന, യുവജനതയ്ക്ക് മെസ്സേജ് കൊടുക്കുന്നത് ആരാണ്? ഈ ചർച്ചയെ അല്പമൊന്ന് വഷളാക്കണം എന്ന് ആരെങ്കിലുമൊക്കെ, അപൂർവം ആരെങ്കിലുമൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ആ ആഗ്രഹങ്ങളോട് നീതി പുലർത്തുന്ന 2 അവസരങ്ങൾ ബഹുമാനിയായ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിനിധി, അതോടൊപ്പം ബഹുമാനിയായ സംഘപരിവാർ രാഷ്ട്രീയത്തിന്റെ പ്രതിനിധി അവരവരുടെ അവസരം ഉപയോഗിച്ച് നടത്തി. ലഹരി പദാർത്ഥങ്ങളെയും സവിശേഷകരമായി സിന്തറ്റിക് ഡ്രഗിന്റെ ഉപയോഗത്തെയും അതേ തുടർന്ന് കേരളത്തിൽ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നത് നമ്മൾ ചർച്ച ചെയ്യുന്ന അക്രമ സ്വഭാവമുള്ള കാര്യങ്ങളെയും എങ്ങനെ പ്രതിരോധിക്കാമെന്നുള്ളതായിരുന്നു നമ്മുടെ ചർച്ചയുടെ വിഷയം. യൂത്ത് കോൺഗ്രസ് പ്രതിനിധി നേരെ എങ്ങോട്ടേക്കാണ് പോയത്? രാഷ്ട്രീയ കൊലപാതകങ്ങളെ സംബന്ധിച്ച്, രാഷ്ട്രീയ ആക്രമണങ്ങളിൽ പ്രതികളാകുന്നവർക്ക് ഇടതുപക്ഷം സംരക്ഷണം നൽകിയില്ലേ എന്നതിനെ സംബന്ധിച്ചാണ് അങ്ങയുടെ ചോദ്യം. ആ ചോദ്യം കേൾക്കുമ്പോൾ നമ്മുടെ ചർച്ചയിൽ നിന്ന് അത് വഴിമാറി പോകാനേ ഉപകരിക്കൂ എന്ന ചിന്ത ചർച്ച നയിക്കുന്ന ആളുകൾക്ക് ഉണ്ടാകണം എന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. അതെന്റെ ആഗ്രഹമാണ്. സംഭവങ്ങളിലേക്ക് ഈ കുട്ടികൾ എങ്ങനെ എത്തുന്നു, അവർക്ക് മുന്നിലുള്ള സന്ദേശം എന്താണ് എന്നുള്ളതാണ് ചോദ്യം. അതിനുള്ള സന്ദേശം നിങ്ങൾ നൽകുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ് അവരുടെ വാദം. അതൊരു വാദമാണ്. തീർച്ചയായും അതെ, അത് നല്ല മികച്ച ഒരു വാദമാണ്, ചർച്ച ചെയ്യേണ്ട വാദമാണ്. അതുകൊണ്ട് ആ വാദത്തിന് ഉപോത്ബലകമാകുന്ന 2-3-4 കാര്യങ്ങൾ ഞാനിവിടെ അങ്ങോട്ട് പറയാം. അപ്പൊ യൂത്ത് കോൺഗ്രസ് നേതാവും ആങ്കർക്കറിയാമെങ്കിൽ ആങ്കറും എന്തായിരുന്നു ഈ സംരക്ഷണം നൽകുന്ന ക്രിമിനൽ വാസനയ്ക്ക് കൈപിടിച്ചാനയിക്കുന്ന രാഷ്ട്രീയ നേതൃത്വം പിന്തുണ കൊടുത്ത കോൺഗ്രസ് അനുഭവങ്ങളിൽ എന്തൊക്കെയായിരുന്നു പ്രതിവിധി ഉണ്ടായിരുന്നത് എന്ന് അറിയാവുന്നെങ്കിൽ ആങ്കറും, അറിയില്ല എങ്കിൽ യൂത്ത് കോൺഗ്രസിന്റെ അട്ടിപ്പേർ അവകാശം ഏറ്റെടുത്ത് വന്നിരിക്കുന്ന ഈ ചർച്ചയിലെ മാന്യനായ പ്രതിനിധിയും മറുപടി പറയണം. ആ യൂത്ത് കോൺഗ്രസ് നേതാവെ അങ്ങനെയൊന്ന് മറുപടി പറഞ്ഞു നൽകുമോ? എഞ്ചിനീയറിംഗ് കോളേജിന്റെ 7 അയലത്ത് കയറാൻ അവകാശമില്ലാത്ത ഒരുത്തൻ എഞ്ചിനീയറിംഗ് കോളേജിനകത്ത് കയറി പേന കത്തിക്കൊണ്ട് മിടുമിടുക്കനായി എൻട്രൻസ് എഴുതി എഞ്ചിനീയറിംഗ് കോളേജിനുള്ളിൽ പ്രവേശനം ലഭിച്ച ഒരു വിദ്യാർത്ഥിയെ ഒറ്റ കുത്തിന് കുത്തിക്കൊന്നു. ആ കുത്തിക്കൊന്ന കേസിലെ യൂത്ത് കോൺഗ്രസിന്റെ അഖിലലോക മാന്യൻ
അദ്ദേഹം ഒരു അശ്ലീലമാണ് ഉപയോഗിച്ചത്. ആ അശ്ലീലം ഞാൻ പറയുന്നില്ല, ആങ്കർ തടഞ്ഞുമില്ല. ഒറ്റക്കുത്തിന് എഞ്ചിനീയറിംഗ് കോളേജിൽ കയറി ഒരു വിദ്യാർത്ഥിയെ കുത്തിക്കൊള്ളുന്ന യൂത്ത് കോൺഗ്രസിന്റെ അഖില ലോക മാന്യനെ കുറിച്ച് കേരളത്തിലെ KPCC പ്രസിഡന്റ് ഏതെങ്കിലും മണ്ഡലം സെക്രട്ടറിയോ മണ്ഡലം ഭാരവാഹിയോ വല്ലതും പറയുവാണെങ്കിൽ പോട്ടെന്ന് വെക്കാം. കേരളത്തിലെ KPCC പ്രസിഡന്റ് പറഞ്ഞ എന്താ? ഞങ്ങളുടെ കുട്ടികളാണ്. ഏതാ? സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തതിനല്ല, ഒറ്റക്കുത്തിന് മിടുക്കനായ ഒരു വിദ്യാർത്ഥി ധീരജ് രാജേന്ദ്രനെ കൊന്നുകളഞ്ഞ കേസിലെ യൂത്ത് കോൺഗ്രസിന്റെ അഖില ലോക മാന്യനെ കുറിച്ച് കേരളത്തിലെ കോൺഗ്രസിന്റെ ഏറ്റവും ഉന്നതനായ നേതാക്കന്മാർ, ഈ പ്രതിപക്ഷ നേതാവ് അടക്കം പറഞ്ഞതാ ഞങ്ങളുടെ കുട്ടികൾ. ആങ്കറുടെ അഭിപ്രായം എന്താ? ഒറ്റക്കുത്തിന് കോളേജ് ക്യാമ്പസിനുള്ളിൽ കയറി വിദ്യാർത്ഥിയെ കൊന്നുകളയുന്ന ഗുണ്ടയെ ഞങ്ങളുടെ കുട്ടികൾ എന്ന് പറഞ്ഞത് അക്രമത്തെ തള്ളിപ്പറയലാണോ, അക്രമത്തെ ഏറ്റുവാങ്ങുന്നതാണോ? അത് നൽകുന്ന സന്ദേശം എന്താ? നിങ്ങൾ ഏത് ഗുണ്ടയാണെങ്കിലും ശരി, ഏത് തെമ്മാടിയാണെങ്കിലും ശരി, ഒറ്റക്കുത്തിന് നിഷ്കളങ്കനായ ഒരാളെ കൊന്നുകളയാൻ കഴിവുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂത്ത് കോൺഗ്രസിലേക്ക് സ്വാഗതം. ഞങ്ങൾ കേസ് നടത്തും, ഞങ്ങൾ പണം പിരിക്കും, ഞങ്ങൾ പിന്തുണ നൽകും. എന്നിട്ടോ എന്തായാലും യൂത്ത് കോൺഗ്രസ് പ്രതിനിധി ഭരണകാലങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞു. 2014 ഏത് ആദർശതീയനാണ് കേരളത്തിൽ ഭരണം നയിച്ചിരുന്നത്? ആരായിരുന്നു കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി? കോൺഗ്രസ് ഓഫീസിൽ മുറ്റമടിക്കാൻ വന്ന സ്ത്രീ, ആ സ്ത്രീയെ ബലാത്സംഗം ചെയ്ത് ചാക്കിൽ കെട്ടി കൊന്നുകളഞ്ഞില്ലേ? എന്ത് ചെയ്തു? മറുപടി പറഞ്ഞാൽ മതി. യൂത്ത് കോൺഗ്രസ് നേതാവ് സ്വന്തം പാർട്ടി ഓഫീസ് അടിച്ചു മാറാൻ വന്ന നിലമ്പൂരിലെ രാധയെ നിങ്ങളുടെ മന്ത്രിസഭയുടെ കാലയളവിൽ, നിങ്ങളുടെ ആഭ്യന്തരമന്ത്രിയുടെ കാലയളവിൽ കൊന്നുകളഞ്ഞ് ബലാത്സംഗം ചെയ്ത് ചാക്കിൽ കെട്ടിത്തൂക്കി കുളത്തിലിട്ട കോൺഗ്രസ് നേതാക്കന്മാരെ എന്തു ചെയ്തു കോൺഗ്രസ്? ഒന്ന് മറുപടി പറഞ്ഞാട്ടെ. എങ്ങനെയാണ് അക്രമ സംഭവത്തെ തള്ളിപ്പറഞ്ഞത്? യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡല സെക്രട്ടറി ആങ്കർക്ക് അറിയില്ല. കാരണം എന്താണ്? സംഘടന യൂത്ത് കോൺഗ്രസ് ആണ്. അറിയാമെങ്കിൽ പറഞ്ഞു. സമീപത്ത് മാസങ്ങൾക്ക് പുറകിൽ ഒരു സ്ത്രീയെ അവരുടെ സ്വർണം മോഷ്ടിച്ച് അവരെ വീടിന്റെ മുന്നിൽ കൊന്നു കുഴിച്ചുമൂടി. എന്നിട്ട് എന്ത് ചെയ്തു? കോൺഗ്രസ് ആ കേസിലെ പ്രതികളെ കണ്ടെത്താൻ പോലീസ് നടപടിക്കെതിരെ പോലീസ് സ്റ്റേഷൻ മാർച്ച് പ്രഖ്യാപിച്ചു. മാർച്ച് പ്രഖ്യാപിച്ച ദിവസം യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡല സെക്രട്ടറി അറസ്റ്റിൽ. എന്താ യൂത്ത് കോൺഗ്രസ് നേതാവെ ചെയ്തു കളഞ്ഞത്? സ്വർണം മോഷ്ടിച്ച് ഒരു സ്ത്രീയെ അവരുടെ വീടിന്റെ മുന്നിൽ കൊന്നു കുഴിച്ചു മൂടിയിട്ട് കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് പരാജയമാണ് എന്ന് പറഞ്ഞ് മാർച്ചിൽ ഒരുമ്പെട്ടു. ആ ദിവസം പോലീസ് പിടികൂടി. യൂത്ത് കോൺഗ്രസ് എടുത്ത നടപടി എന്താണ്? കരുനാഗപ്പള്ളി മണ്ഡലം സെക്രട്ടറി സ്വന്തം കുടുംബത്തിലെ കുട്ടിയെ പോക്സോ കേസിൽ ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ചു, റിമാൻഡിലായി. എന്ത് ചെയ്തു യൂത്ത് കോൺഗ്രസ്? അക്രമ സംഭവത്തെ പ്രോത്സാഹിപ്പിച്ചോ അതോ കരുനാഗപ്പള്ളി മണ്ഡലം സെക്രട്ടറിക്കെതിരെ നടപടിയെടുത്തോ? ഇതൊന്നും പോരാഞ്ഞിട്ടോ നമ്മുടെ വയനാട്ടിൽ ND അപ്പച്ചൻ എന്ന് പറയുന്ന പഞ്ചായത്ത് പ്രസിഡന്റും അദ്ദേഹത്തിന്റെ മകൻ മാനസിക അസ്വസ്ഥയുള്ള ആളായിരുന്നു. വിഷം കലക്കി മകന് ചോറ് കൊടുത്ത് ആ മകൻ മരിച്ചു. തനിയാവർത്തന സിനിമയെ പോലെ ആ വാർദ്ധക്യത്തിലെത്തിയ പിതാവ് കോൺഗ്രസ്സുകാരൻ ആത്മഹത്യ ചെയ്തു. ആത്മഹത്യാ കുറിപ്പ് എന്താ? നമ്മുടെ എല്ലാവരുടെയും കൺമുമ്പിലുണ്ട്. അന്തസ്സുള്ള കോൺഗ്രസ്സുകാരൻ അയാൾ എഴുതി വെച്ചു, എന്റെ ആത്മഹത്യക്ക് കാരണം ഇവരുടെ DCC പ്രസിഡന്റ് അപ്പച്ചനും അതോടൊപ്പം നമ്മുടെ വയനാട് ജില്ലയിലെ കോൺഗ്രസിന്റെ മുൻ DCC പ്രസിഡന്റായ MLA-യുമാണെന്ന്. എന്ത് ചെയ്തു? അക്രമണത്തിന് പ്രോത്സാഹനം കൊടുത്തോ? അപ്പോ യൂത്ത് കോൺഗ്രസും സമീപ ദിവസങ്ങളിൽ നടത്തിയ നിർഭാഗ്യവശാൽ നമ്മുടെ പൊതുബോധത്തിന് പേര് പോലും ഓർമ്മയില്ലാത്ത ചില സംഭവങ്ങൾ ഞാൻ ചൂണ്ടിക്കാണിച്ചു. ആ ചൂണ്ടിക്കാണിച്ച കേസിൽ അദ്ദേഹം മറുപടി പറയട്ടെ. എങ്ങനെയാണ് ഞങ്ങളുടെ പരിമിതികളോടുകൂടെ സന്നദ്ധ പ്രവർത്തനങ്ങളിലേക്ക് യുവാക്കളെ ആകർഷിക്കാൻ ശ്രമിക്കുന്നത്? എങ്ങനെയാണ്? നിങ്ങൾ കേരളത്തിന്റെ സർക്കാർ മെഡിക്കൽ കോളേജിലേക്ക് പോയി നോക്കാം. സംരംഭകത്വ പ്രവർത്തനങ്ങൾക്ക്, സേവന പ്രവർത്തനങ്ങൾക്ക്, അതോടൊപ്പം നമ്മുടെ നാട്ടിലെ സർഗാത്മക പ്രവർത്തനങ്ങൾക്ക് ഞങ്ങളുടെ സംഘടന ഇപ്പോ നമ്മൾ ഒത്തുചേരുന്ന സമയത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ചാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. ഒരു 2 കാര്യം പറയാൻ സൗകര്യം കിട്ടുമ്പോൾ അങ്ങ് ഈ സംഘങ്ങളിൽ പെട്ടവന്മാരോടൊന്ന് പറയണം. കാരണം ഇവരെന്തൊക്കെയാണ് കഴിഞ്ഞ ഇടങ്ങളിൽ നടത്തിയിട്ടുള്ളത്. സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് 98% കൺവിക്ഷൻ റേറ്റ് ആണ് BJP നേതാവേ. ചെറിയ കാര്യമാണോ? മദ്യത്തിന്റെ ആസക്തി കൂടി വരുന്ന യുവാക്കൾക്കിടയിൽ അത് നമ്മൾ മനസ്സിലാക്കണം. മയക്കുമരുന്ന്, ഇവർ പറഞ്ഞത് എന്താണ്? മദ്യം ഉണ്ടായി കഴിഞ്ഞാൽ മയക്കുമരുന്നിനോടുള്ള ലഹരി. അങ്ങനെയാണ് അന്നൊരു വലിയൊരു വിദണ്ഡവാദം പറഞ്ഞത്. മദ്യമില്ലെങ്കിൽ നമ്മുടെ യുവതലമുറ മുഴുവൻ മയക്കുമരുന്നിലേക്ക് പോകും. ഇപ്പോഴെന്താ സംഭവിച്ചത്? മദ്യാസക്തിയും കൂടി, മയക്കുമരുന്നുള്ള ആസക്തിയും കൂടി. നിങ്ങൾ മദ്യ നിരോധനത്തെ സംബന്ധിച്ച് വാചാരനായല്ലോ. ഗുജറാത്തിൽ, ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ലഹരി വന്നിറങ്ങുന്ന കേന്ദ്രം ഏതാണ്? ഏത് സംസ്ഥാനമാണ്? BJP നേതാവിന് അറിയാമോ? സമയം കിട്ടുമ്പോൾ ഇന്ത്യയിലെ പോർട്ടുകളിൽ ഏറ്റവും കൂടുതൽ ലഹരി കുമിഞ്ഞുകൂടുന്ന പോർട്ട് ഏത് സംസ്ഥാനത്ത്, ഏത് മുഖ്യമന്ത്രിയുടെ, ഏത് പ്രധാനമന്ത്രി, മുൻ മുഖ്യമന്ത്രി സ്ഥാനം അമർന്നിരുന്ന നാട്ടിലാണെന്ന് സൗകര്യം കിട്ടുമ്പോൾ ഒന്ന് പോയി നോക്കണം. സർക്കാർ സംവിധാനങ്ങൾ കൃത്യമായിട്ട് ഈ ലഹരി വിരുദ്ധ വേട്ടയ്ക്ക് ഇറങ്ങുന്നില്ല. ഇനി ഇറങ്ങുന്നെങ്കിൽ അങ്ങ് തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏതെങ്കിലും ഒരു നിയമത്തിന്റെ പഴുതിലൂടെ അതിനെ നിഷ്ക്രിയമാക്കുന്ന പ്രക്രിയമായിട്ടാണ് കേരളത്തിന്റെ എക്സൈസ് സംവിധാനം കൃത്യമായിട്ട് കേരളത്തിൽ പോകുന്നത്. കാരണം കേരളത്തിലെ എക്സൈസ് സംവിധാനം വളരെ മഹാമാന്ത്രികന്മാരാണ്. പിന്നെ നിയമത്തെ സംബന്ധിച്ച് ഇടപെടലിനെ സംബന്ധിച്ച് പറഞ്ഞത് നന്നായി. അങ്ങ് സൗകര്യം കിട്ടുമ്പോൾ നിർബന്ധമായും പരിശോധിക്കേണ്ട ഒരു നിയമമുണ്ട്. ആ ആക്ടിന്റെ പേരാണ് NDPS അല്ലെ? ആ NDPS ആക്ട് എത്ര തവണ ഭേദഗതി ചെയ്യാൻ ഈ കേരളം ഉൾക്കൊള്ളുന്ന സംസ്ഥാനങ്ങൾ യൂണിയൻ ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടു. 999 കഞ്ചാവ് വരെ പിടികൂടിയാൽ നിങ്ങൾക്ക് റിമാൻഡ് ചെയ്യാൻ അവകാശമില്ല. കാരണം എന്താണ്? യൂണിയൻ ഗവൺമെന്റിന്റെ കീഴിലുള്ള NDPS ആക്ട് അതാണ് പറഞ്ഞത്. 1 കിലോ മുതൽ മുകളിലുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് റിമാൻഡ് ചെയ്യാൻ കഴിയൂ. ഈ നിയമനിർമ്മാണം നടത്താതെ കേരളത്തിലും ഇന്ത്യയിലും കഞ്ചാവ് കടത്തുകാരെ സംരക്ഷിക്കുന്നത് ഒരൊറ്റ പാർട്ടിയാണ്. ഒരുപാട് വിഷയങ്ങൾ ഈ വേദിയിൽ നമ്മൾ രാഷ്ട്രീയ വിഷയങ്ങളും മറ്റുമൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട്. എല്ലാ വിഷയങ്ങൾക്കും അതിൻ്റെതായ ഗൗരവമുണ്ട്, പ്രാധാന്യമുണ്ട്. പക്ഷെ ഇപ്പോൾ ഈ ദിവസം നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയത്തിന് ഒരുപക്ഷെ അതിനേക്കാൾ വലിയ പ്രാധാന്യമുണ്ട്. അത് നാടിന്റെ നിലനിൽപ്പിന്റെ, നാളെയുടെ ഒക്കെ
പ്രധാനപ്പെട്ട ഭാഗമായതുകൊണ്ട് തന്നെയാണ്. ഇതിപ്പോ ലഹരിയുമായി ബന്ധപ്പെട്ട് കുട്ടികളുടെ കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട് നിരന്തരം വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നും പല വാർത്തകൾ വന്നത് നമ്മൾ കണ്ടതാണ്. താമരശ്ശേരിയിലെ ഒരു വിഷയം മാത്രമല്ല. ഇതിന്റെ ഗൗരവം എത്രത്തോളം സർക്കാർ മനസ്സിലാക്കുന്നുണ്ട്, അതിലേക്ക് എത്രത്തോളം സർക്കാരിനെ എന്തെങ്കിലും നടപടികൾ ചെയ്യാൻ സാധിക്കുന്നുണ്ട്, സർക്കാർ സംവിധാനങ്ങൾ എത്രത്തോളം ഉണർന്നിട്ടുണ്ട്, ഗൗരവം മനസ്സിലാക്കിയിട്ടുണ്ട്? ഞാൻ മനസ്സിലാക്കുന്നു ഇതിനോടകം നമ്മുടെ പബ്ലിക് ഡൊമൈന് മുമ്പിൽ ഇതുമായി ബന്ധപ്പെട്ട് സർക്കാർ സ്വീകരിച്ച നടപടികളുടെ സത്വരമായ ഒരു വിവരണം ആദരണീയനായ വകുപ്പ് ചുമതലയുള്ള മന്ത്രി ഉൾപ്പെടെ ഉള്ള സർക്കാർ വൃത്തങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. അങ്ങയുടേത് ഉൾപ്പെടെയുള്ള പല മാധ്യമങ്ങളും ഏറെയും കുറഞ്ഞും പ്രാധാന്യത്തോടുകൂടെ ഇക്കാര്യത്തിൽ സ്വീകരിച്ച നടപടികളെ സംബന്ധിച്ചുള്ള റിപ്പോർട്ടിംഗ് പല രൂപത്തിൽ നമുക്ക് കാണുവാൻ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നു ഏതാണ്ട് ഒരാഴ്ചയിലധികമായി സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള പലവിധ സംവിധാനങ്ങളുടെ സഹായത്തോടുകൂടെ ഓപ്പറേഷൻ ഡി ഹണ്ട് നടത്തപ്പെടുകയാണ്. ഒരാഴ്ചയ്ക്കുള്ളിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട കേസുകളുടെ എണ്ണം അവൈലബിൾ ആയിട്ടുള്ള വിവരങ്ങൾ പ്രകാരം 2782 കേസുകളാണ് ഒരാഴ്ചയ്ക്കുള്ളിൽ ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളത്. അറസ്റ്റുകളുടെ എണ്ണം ഏതാണ്ട് 2852 350 മുകളിൽ കിലോ കഞ്ചാവ് പിടികൂടപ്പെടുകയും 1.5 കിലോയിലധികം MDMA പിടികൂടപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഈ സവിശേഷകരമായ ഓപ്പറേഷന്റെ പശ്ചാത്തലത്തിൽ. പക്ഷേ സത്യസന്ധമായി നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ വിഷയത്തെ ആമുഖമായി തന്നെ അടിവരയിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഏതെങ്കിലും ഒരു കക്ഷി രാഷ്ട്രീയത്തിന്റെയോ ഏതെങ്കിലും ഒരു സമുദായത്തിന്റെയോ ഏതെങ്കിലും ഒരു മതത്തിന്റെയോ ഏതെങ്കിലും ഒരു പ്രത്യേക സർക്കാരിന്റെയോ സ്ഥാപനത്തിന്റെയോ നിറം പിടിപ്പിച്ച കള്ളികൾക്കുള്ളിൽ വെച്ചിട്ട് ചർച്ച ചെയ്താൽ വിഷയം തുടരുകയും ചർച്ച അല്പായുസ് ഉള്ളതായി മാത്രം മാറുകയും ചെയ്യും. ഈ വിഷയത്തിന്റെ പേരിൽ നമ്മൾ ചർച്ച ചെയ്ത് ആത്യന്തികമായ പരിഹാരമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ സാധ്യമായ എല്ലാ മനുഷ്യന്മാരുമായി കൈകൾ ചേർത്ത് പിടിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് ഈ വിഷയത്തെ ചെറുത്തു തോൽപ്പിക്കാൻ പറ്റൂ. ആത്യന്തികമായ മാരക സ്വഭാവമുള്ള സിന്തറ്റിക് ലഹരിയുടെ ഉപയോഗത്തിൽ നിന്ന് നമ്മുടെ കൗമാരത്തെ, യുവതി യുവാക്കളെ, ട്രാൻസ്ജെൻഡറുകളെ അതിൽ നിന്ന് എന്നേക്കുമായി രക്ഷിക്കണമെന്നുള്ളതാണ് ഇത്തരത്തിലുള്ള സംവാദങ്ങളുടെ അർത്ഥതലമെങ്കിൽ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി, സമുദായത്തിന്റെയും മതത്തിന്റെയും ജാതിയുടെയും രാഷ്ട്രീയത്തിന് അതീതമായി നമ്മളുടെ മാധ്യമ സ്ഥാപനങ്ങൾ, സാംസ്കാരിക സ്ഥാപനങ്ങൾ, സമുദായ സംഘടനകൾ, മതവിശ്വാസികൾ, രാഷ്ട്രീയ പ്രസ്ഥാന പ്രവർത്തകർ, രക്ഷകർത്താക്കൾ, അധ്യാപകർ എന്നിങ്ങനെ സമൂഹത്തിന്റെ എല്ലാ മേഖലകളിലെയും ചേർത്ത് പിടിക്കാൻ കഴിയുന്ന അവസാനത്തെ മനുഷ്യനുമായി കരങ്ങൾ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ കൊണ്ട് മാത്രമേ നമുക്ക് ഈ കാര്യത്തെ ചെറുത്തു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതിപ്പോ ഈ തിരിച്ചറിവ്, താങ്കൾ ഈ പറഞ്ഞ കാര്യം ഒരു തിരിച്ചറിവ് കൂടിയാണ്. ആ തിരിച്ചറിവ് വൈകിപ്പോയോ? സത്യത്തിൽ അത്രത്തോളം ഗ്രസിച്ചു കഴിഞ്ഞില്ലേ ഈ സമൂഹത്തെ ഈ ലഹരിയും ഈ അക്രമവാസനയും? അത് ആ കാര്യത്തിനകത്ത് നമ്മളെല്ലാവരും, ഞാൻ പറയുന്നു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകർ, പ്രതിനിധികൾ മാത്രമല്ല, നമ്മുടെ മലയാളി പൊതുസമൂഹമാകെ ഗൗരവപൂർണ്ണമായ ഒരു ആത്മപരിശോധന നടത്തണം. കാരണം ഇപ്പോൾ സമീപത്തെ 2 സംഭവവികാസങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഭാഗം അവസാനിപ്പിക്കാം. എനിക്ക് തോന്നുന്നു അല്പമാസങ്ങൾക്ക് പിറകിലാണ് അങ്ങേ അടക്കം നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങളിൽ നമ്മളെല്ലാവരും ശ്രദ്ധിച്ച ഒരു കൗതുകമുണർത്തുന്ന ഒരു സംഭവവികാസം. മലപ്പുറത്ത് വളാഞ്ചേരിയിൽ ഒരു ഡ്രസ്സ് കടയുടെ ഉദ്ഘാടനത്തിനായി സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ, വിത്തിൻ കൊട്ടേഷനാണ് കേട്ടോ, അങ്ങനെ പറയപ്പെടുന്ന ഒരു ചെറുപ്പക്കാരനെ കൊണ്ടുവരികയാണ്. അദ്ദേഹത്തിന്റെ സാമൂഹ്യ മാധ്യമത്തിലെ പേര് നമ്മൾ പലർക്കും അറിയാം, അത് തുപ്പി എന്നുള്ളതാണ്. നോക്കുമ്പോൾ കേരളം ഞെട്ടിയുണർന്ന ഒരു കാഴ്ച എന്താണ്? 100 കണക്കിന് വരുന്ന കൗമാരത്തിലുള്ള ആൺകുട്ടികളും പെൺകുട്ടികളും ഈ സോക്കോൾഡ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറെ ഒരു നോക്ക് കാണുവാനും സ്വീകരിക്കാനുമായിട്ട് വളാഞ്ചേരിയിൽ ഒത്തുചേരുകയാണ്. ഒടുവിൽ പോലീസ് ഇടപെടുന്നു. ക്രമസമാധാന പ്രശ്നത്തിലേക്ക് വഴുതി പോകുന്ന ഒരു ഘട്ടമാകുമ്പോൾ പോലീസിന്റെ സത്വരമായ ഇടപെടലോടുകൂടെ ആ വിഷയം അവിടെ അവസാനിക്കുന്നു. ഞാനൊരു കൗതുകത്തിന് വേണ്ടി ഈ സോക്കോൾഡ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ, ആയിരക്കണക്കിന് കേരളത്തിലെ കൗമാരക്കാരായ ആൺകുട്ടികളും പെൺകുട്ടികളും തേടിയെത്തിയ ഈ ചെറുപ്പക്കാരൻ സാമൂഹ്യ മാധ്യമങ്ങൾ വഴി ചെയ്യുന്ന സൽക്കർമ്മം എന്താണെന്ന് പരിശോധിക്കാൻ നോക്കി. ശ്രമിച്ചപ്പോൾ കാണുന്നത് എന്താണ്? ഒരു 5 നിമിഷം നമ്മുടെ മുമ്പിലുള്ള സാമൂഹ്യ മാധ്യമങ്ങൾ തുറന്നു വെച്ച് കാണാൻ കഴിയാത്ത വിധമുള്ള ലക്ഷണമൊത്ത വൈകൃതം, ലക്ഷണമൊത്ത അന്തസ്സില്ലാത്ത വൈകൃതം, അത് മാത്രമാണ് ഇയാൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇയാൾക്ക് എങ്ങനെ കേരളത്തിന്റെ പൊതുസമൂഹത്തിനിടയിൽ സ്വീകാര്യത ലഭിക്കുന്നു? അല്പ ദിവസങ്ങൾക്ക് പുറകിലാണ് ഗർഭസ്ഥ ശിശുവിനെ വയറിൽ നിന്ന് വലിച്ചെറിഞ്ഞ് കൊന്നുകളയുന്ന ഒരു സിനിമ. ആ സിനിമയെ സംബന്ധിച്ച് യൂട്യൂബേഴ്സും നമ്മുടെ നാട്ടിൽ ഈ തരത്തിലുള്ള മറ്റ് സാമൂഹ്യ മാധ്യമ ഇടങ്ങളിലെ സ്വാധീനമുണ്ട് എന്ന് പറയപ്പെടുന്ന ആളുകളും പറയുന്നത് മാസീവ് എന്റർടൈനർ എന്നാണ്. ഗർഭസ്ഥ ശിശുവിനെ വയറ്റിൽ നിന്ന് വലിച്ചെറിഞ്ഞ് കൊന്നുകളയുന്ന സിനിമയും ആ കൃത്യത്തിന് നേതൃത്വം നൽകുന്ന ചലച്ചിത്ര നടനെയും എങ്ങനെയാണ് മാസീവ് എന്റർടൈനർ എന്ന് പറയുന്നത് പുകഴ്ത്താൻ നമുക്കുള്ള മനസ്സ്? ആ മനസ്സ് നമുക്ക് എവിടെ നിന്ന് വരുന്നു? യഥാർത്ഥത്തിൽ ആ വൈകൃതങ്ങളെ ആഘോഷിക്കാനുള്ള മലയാളി മനസ്സിന്റെ ഉൽപ്പന്നമാണ് വെഞ്ഞാറമൂടിൽ സംഭവിച്ചത്. ആ വൈകൃതങ്ങളെ ഇരുകൈയും നീട്ടി സ്വീകരിക്കാനുള്ള തെറ്റിദ്ധരിക്കപ്പെടുന്ന മലയാളി മനസ്സിന്റെ ഉൽപ്പന്നമാണ് കോഴിക്കോട് താമരശ്ശേരിയിൽ സംഭവിച്ചത്. ആ വൈകൃത മനസ്സിനെ ഇരുകൈയും നീട്ടി സ്വീകരിച്ച് ആനയിക്കാനുള്ള വൈകൃത രൂപമുള്ള മനസ്സിന്റെ ഉൽപ്പന്നമാണ് കോട്ടയം മെഡിക്കൽ കോളേജിലെ നഴ്സിംഗ് കോളേജിൽ ഉണ്ടായിട്ടുള്ളത്. ഇതെല്ലാം കോഴിക്കോട് ഉണ്ടായതും മെഡിക്കൽ കോളേജ് നഴ്സിംഗ് കോളേജിലെ റാഗിങ്ങും വെഞ്ഞാറമൂട്ടിലെ കൊലപാതകവും ഒക്കെ
പരപീഡയുടെ പാരമ്പര്യമാണ്, പരസ്പരം ബന്ധിക്കപ്പെട്ടിട്ടുള്ള ചികിത്സിച്ച് മാറ്റേണ്ട ഒരു മനോഭാവമാണ്. അതിനെന്ത് പ്രതിവിധി? അതിന് നമുക്ക് ഒറ്റക്കെട്ടായി എന്തു ചെയ്യാൻ കഴിയും? അതാണ് ഇത്തരം സംവാദങ്ങളിലൂടെ നമുക്ക് കൂട്ടായി ചർച്ച ശരിയാണ്, എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് ചോദ്യം. താങ്കൾ പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ ഈ സമൂഹത്തിൽ വളരെ ഗൗരവത്തോടെ ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. അത്രത്തോളം ഗൗരവത്തോടെ ആഴ്ന്നിറങ്ങിയിട്ടുള്ള ഒരു പ്രശ്നമാണ്. അത് വളർന്നു വരുന്ന തലമുറയിലാണ് അത് ബാധിച്ചിട്ടുള്ളത് എന്നത് അതിന്റെ ഗൗരവം കൂട്ടുന്നുമുണ്ട്. അതിന് സർക്കാരിന്റെ മുന്നിൽ എന്തെങ്കിലും പദ്ധതിയുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. സർക്കാരിനെ ഈ പ്രശ്നം പരിഹരിക്കുന്നതിനായി, ഈ ഒരു ക്യാൻസർ പോലെ വല്ലാതെ വ്യാപിക്കുന്ന ഈ പ്രശ്നം പരിഹരിക്കാൻ സർക്കാരിന് മുന്നിൽ ഒരു പദ്ധതിയുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. തീർച്ചയായിട്ടും ഞാൻ ഈ ഘട്ടത്തിൽ എന്റെ സംഘടന ഇക്കാര്യത്തിൽ എന്ത് സമീപനം സ്വീകരിക്കുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് രണ്ട് വാചകം പറയാം. എല്ലാവരും മാതൃകയാക്കണമെന്നോ അത്തരത്തിലുള്ള ഒരു അവകാശവാദവുമില്ല. പക്ഷെ ഞങ്ങളെ കൊണ്ട് പരിമിതികളോടുകൂടി ഇക്കാര്യത്തിൽ എന്ത് ചെയ്യാൻ കഴിഞ്ഞു? കേരളത്തിൽ ഡിവൈഎഫ്ഐ അധികം വർഷങ്ങളായി സന്നദ്ധ സേവന പ്രവർത്തന രംഗത്ത് പ്രത്യേകമായി ഇടപെടാൻ ശ്രമിക്കുന്നുണ്ട്. കേരളത്തിലെ എല്ലാ സർക്കാർ മെഡിക്കൽ കോളേജുകളിലും 10,000-കണക്കിന് വരുന്ന വിശന്ന് വലഞ്ഞു വരുന്ന സാധാരണക്കാർക്ക് പൊതിച്ചോർ മുടങ്ങാതെ എല്ലാ ദിവസവും എത്തിച്ചു നൽകുന്നു. ഇതൊരു രാഷ്ട്രീയ പാർട്ടി പ്രവർത്തനം എന്ന നിലയിലല്ല, ഞാൻ ആവർത്തിച്ച് പറയുന്നു. സന്നദ്ധ പ്രവർത്തനങ്ങളിൽ കേരളത്തെ യുവതയെ എത്രമാത്രം അടുപ്പിക്കാൻ കഴിയും? വീട് വീടാന്തരം കയറിയിറങ്ങി എല്ലാ വ്യത്യാസങ്ങൾക്കും അതീതമായി കോൺഗ്രസ് എന്നോ ഇടതുപക്ഷമെന്നോ മറ്റോ വ്യത്യാസമില്ലാതെ എല്ലാ വീടുകളിലും ചെന്ന് മാതാപിതാക്കളോട് ഒരു പൊതിച്ചോർ അഭ്യർത്ഥിച്ച് അത് ശേഖരിച്ച് മെഡിക്കൽ കോളേജിൽ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത മറ്റൊരു മനുഷ്യർ എത്തിച്ചു കൊടുക്കുന്നു. സന്നദ്ധ പ്രവർത്തനത്തിന്റെയും സേവന രാഷ്ട്രീയത്തിന്റെയും ഏറ്റവും ഉദാത്തമായ ഒരു മാതൃകയാണ്. കേരളത്തിലെ ചെറുപ്പത്തെ അതിലേക്ക് അടുപ്പിക്കാൻ ഡിവൈഎഫ്ഐ വർഷാന്തരങ്ങളായി മികവാർന്ന ശ്രമം നടത്തുന്നു. ഇന്ന് ഈ ചർച്ച സംഘടിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ കേരളത്തിന്റെ വർത്തമാന കാല ചരിത്രത്തിൽ ആദ്യമായി ഒരു യുവജന സംഘടന മവോസോ എന്ന പേരിൽ സ്റ്റാർട്ടപ്പ് ആശയങ്ങളുടെ ആദ്യത്തെ കോൺക്ലേവ് തിരുവനന്തപുരത്ത് സംഘടിപ്പിക്കുകയാണ്. അതായത് നിങ്ങളുടെ രാഷ്ട്രീയം BJPയോ കോൺഗ്രസോ ഇടതുപക്ഷമോ ആകട്ടെ, പക്ഷേ നിങ്ങളൊരു യുവാവോ യുവതിയോ നൂതന ആശയങ്ങൾ ഹൃദയങ്ങളിൽ ഏറ്റുവാങ്ങുന്ന ഒരു മനുഷ്യനോ ആണോ? നമുക്കൊരുമിച്ച് സംരംഭകരായി സാമ്പത്തിക നേട്ടമുണ്ടാക്കി ഇതര മനുഷ്യന്മാരെ സഹായിക്കാൻ, തൊഴിലുൽപാദനം നടത്താനും തൊഴിലന്വേഷകർക്ക് തൊഴിൽ നടക്കാനും കഴിയുന്ന മിടുമിടുക്കന്മാരായ സംരംഭകരായി നിങ്ങൾക്ക് മാറാൻ കഴിയുമോ? ഞങ്ങൾ നിങ്ങളെ പിന്തുണയ്ക്കാം. അതായത് പുതിയ യുവത്വത്തിന് സംരംഭകരാകാൻ കഴിയുമോ? സേവന സന്നദ്ധ പ്രവർത്തനം നടത്താൻ കഴിയുമോ? സമരോജ്വലമായ രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ കഴിയുമോ? ഏതു മേഖലയിലേക്കും YLF പോലെയുള്ള ലിറ്റററി ഫെസ്റ്റിവൽ നടത്തുന്നു. 3ാമത്തെ തവണയാണ് ഡിവൈഎഫ്ഐ YLF സംഘടിപ്പിക്കുന്നത്. അതായത് കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരു യുവജന സംഘടന ആദ്യമായി എല്ലാ വിഭാഗത്തിൽപ്പെട്ട എഴുത്തുകാരെയും ഇടതുപക്ഷത്തോട് യോജിപ്പും വിയോജിപ്പും ഒക്കെയുള്ള കറയറ്റ വിമർശനം ഉന്നയിക്കുന്ന എല്ലാവരെയും ഒരു കൊടക്കീഴിൽ കൊണ്ടുവരുന്നു. സംവാദങ്ങൾ സംഘടിപ്പിക്കുന്നു. സർഗാത്മകമായി സന്നദ്ധ രാഷ്ട്രീയ പ്രവർത്തന രംഗത്ത്, സംരംഭക പ്രവർത്തന രംഗത്ത്, സമരോജ്വല രാഷ്ട്രീയ പ്രവർത്തന രംഗത്ത് ഏതൊക്കെ മേഖലകളിൽ നിങ്ങൾക്ക് യുവതി യുവാക്കളെ ആകർഷിക്കാൻ കഴിയുമോ ആ സമസ്ത വഴികളും രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ നിറവേദങ്ങൾക്ക് അതീതമായുള്ള സാധ്യതകളെ തേടുകയാണ്. അവിടെയാണ് ഞാൻ പറയുന്നു, പരിമിതികളോടുകൂടെയെങ്കിലും ഞങ്ങൾക്ക് ഈ കാര്യത്തിൽ ഇടപെടാൻ കഴിയുന്നുണ്ട്. ഞങ്ങളുടെ ഇടപെടൽ കൊണ്ട് മാത്രം പരിഹരിക്കാൻ കഴിയുന്നതാണോ? അല്ല, അത് വളരെ നല്ല കാര്യമാണ്. വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു വശം മാത്രമാണ് അപ്പോഴും ജയിക്ക് പറഞ്ഞത്. മറ്റൊരു വശമുണ്ട്. നിങ്ങളുടെ സംഘടനയിൽപ്പെട്ട ആളുകൾ തന്നെ ഈ കുറ്റകൃത്യത്തിന്റെ ഭാഗമാകുന്ന മറ്റൊരു വശം കൂടിയുണ്ട്. അത് തടയാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ എന്ന ചോദ്യം അപ്പോഴും ഉയരുന്നുണ്ട്. തീർച്ചയായിട്ടും അവിടെയാണ് എനിക്ക് അക്കാര്യത്തിൽ വിയോജിപ്പുള്ളത്. ഇപ്പോൾ യൂത്ത് ലീഗിന്റെ ഒരു ജില്ലാ പഞ്ചായത്ത് മെമ്പർ, യൂത്ത് കോൺഗ്രസിന്റെ ഒരു സംസ്ഥാന സെക്രട്ടറി, അല്ലെങ്കിൽ ഡിവൈഎഫ്ഐയുടെ ഒരു പ്രവർത്തകൻ, ഇവരാരെങ്കിലും ഈ സമൂഹത്തിന്റെ ഭാഗമായി നിലനിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് ഇത്തരം കേസുകൾ പ്രതികളായാൽ മാധ്യമപ്രവർത്തകർ പ്രതികളാകാം, സമുദായ സംഘടനാ നേതാക്കന്മാർ പ്രതികളാകാം. സ്വാഭാവികമായി സമൂഹത്തിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തകരും പ്രതികളാക്കി വന്നേക്കാം. പക്ഷേ ആ സാഹചര്യത്തിൽ നമുക്ക് എന്താണ് ചെയ്യാൻ കഴിയുക? കറയറ്റ നടപടി സ്വീകരിച്ചിട്ട് ഈ പ്രവർത്തനം നടത്തുന്ന ആൾ ആരാണോ, അത് യൂത്ത് കോൺഗ്രസോ ലീഗോ ഡിവൈഎഫ്ഐയോ മാധ്യമപ്രവർത്തകനോ സമുദായ സംഘടനാ നേതാവോ ആരുമാവട്ടെ, അവർക്ക് ഞങ്ങൾക്കിടയിൽ സ്ഥാനമില്ല. സാമൂഹ്യ ബഹിഷ്കരണത്തിന് ഇരകളാകേണ്ടതായി വരും. ഈ പ്രവർത്തനം നടത്തുന്നവർക്ക് അന്തസ്സുള്ള മനുഷ്യരായി നമ്മുടെ സമൂഹത്തിൽ ജീവിക്കാൻ കഴിയില്ല എന്ന ഉറപ്പാർന്ന സന്ദേശം നൽകുന്ന കണിശതയാർന്ന നടപടിയെടുക്കണം. ആ നടപടിയെടുക്കുന്ന കാര്യത്തിൽ ഞങ്ങൾ പിന്നിലില്ല. അങ്ങ് ചൂണ്ടിക്കാണിച്ചു, ഏതനുഭവത്തിലും വലിയ നേതാവ് മുതൽ ചെറിയ നേതാവ് വരെ ഇത്തരം ലഹരി കേസിൽ പ്രതികളായിട്ടുള്ള ഏതെങ്കിലും ഒരു ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകരുണ്ടോ? ഇപ്പോൾ ഞങ്ങളുടെ സംഘടനയിൽ പ്രവർത്തിക്കുന്നുണ്ടോ? കണിശതയാർന്ന പരിശോധനയും തെറ്റുതിരുത്തൽ നടപടിയും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ആത്മാർത്ഥമായി പറയാൻ കഴിയുമോ? ഞാൻ അടിവര ഇട്ടുകൊണ്ട് പറയുന്നു, അങ്ങ് വീണ്ടും അങ്ങയുടെ കൗതുകം കൊണ്ടോ അറിയുവാനുള്ള രാഷ്ട്രീയമായ താല്പര്യം കൊണ്ടോ ആയിരിക്കാം, രണ്ടിനെയും ഞാൻ മാനിക്കുന്നു. ഞാൻ അടിവര ഇട്ട് പറയുന്നു, അങ്ങയുടെ ഏതെങ്കിലും ഒരു അനുഭവത്തിൽ അത്തരത്തിൽ ഒരാൾ, യൂണിറ്റ് കമ്മിറ്റി മുതൽ അഖിലേന്ത്യാ കമ്മിറ്റി വരെയാണ് ഞങ്ങളുടെ സംഘടനയുടെ പ്രവർത്തന രൂപം, അത്തരത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരാൾ ഈ ഘടകങ്ങൾ പ്രവർത്തിക്കുന്നതായിട്ട് അങ്ങേക്ക് സൂചിപ്പിക്കാൻ കഴിയുമോ? അങ്ങനെ ഒരാൾ പോലുമില്ല. ഏതെങ്കിലും ഘട്ടത്തിൽ അത്തരത്തിൽ തെറ്റായ നടപടിക്രമങ്ങൾ ആരുടെയെങ്കിലും ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ടെങ്കിൽ അക്കാര്യത്തിൽ മുഖം നോക്കാതെ നടപടി സ്വീകരിക്കും.